കേൾക്കുന്ന വാക്കാണ് ഡിപ്രഷൻ എന്നുള്ള വാക്ക്. എന്താണ് ഈ ഡിപ്രഷനിലേക്ക് നയിക്കുന്ന ഫാക്ടേഴ്സ് എന്നൊന്ന് ജനറലായിട്ട് നോക്കാം. ഫസ്റ്റ് ഈസ് ബയോളജിക്കൽ ഫാക്ടർ, സെക്കൻഡ് ഈസ് ജനറ്റിക് ഫാക്ടർ, തേർഡ് ഈസ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ഫോർത്ത് ഈസ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ഓരോ ദിവസവും ഒരു ഫാക്ടറിനെ കുറിച്ച് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ മനസ്സിലാക്കാൻ എളുപ്പം. നമുക്ക് ആദ്യം ജനറ്റിക് ഫാക്ടേഴ്സ് തന്നെ എടുക്കാം. പാരമ്പര്യമായിട്ട് വരുന്ന അസുഖങ്ങളിൽ നമ്മൾ പല കാറ്റഗറി പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് മാനസിക രോഗങ്ങളും പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കും, നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇത് എനിക്കൊരു ഹിസ്റ്ററി ഉണ്ടോ, മെൻ്റൽ ഡിസോർഡറിൻ്റെ ഹിസ്റ്ററി ഉണ്ടോ, സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടോ, അല്ലെങ്കിൽ ഡിപ്രഷൻ, ആൻസൈറ്റി അങ്ങനെ ഹിസ്റ്ററി ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ബിക്കോസ് അത് ഭയങ്കര കണക്റ്റഡ് ആണ്. ഹിറ്റ്ലറിൻ്റെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ് അതായിരുന്നു ലോകം കണ്ട ഏറ്റവും വലിയ തീവ്രമായ പീഡനങ്ങൾ അരങ്ങേറിയ സ്ഥലം. അവിടെ ഗ്യാസ് ചേമ്പറിനുള്ളിൽ ശ്വാസം മുട്ടി അനേക ആൾക്കാർ മരിച്ചു, പട്ടിണി കിടന്ന് മരിച്ചു. വലിയൊരു പീഡനം അല്ലേ, വലിയൊരു ഹോളോകാസ്റ്റ്. സോ അവിടുത്തെ പിൻതലമുറ, ദാറ്റ് മീൻസ് 7-8 ജനറേഷൻ കഴിഞ്ഞുള്ള തലമുറ, അവർക്ക് വലിയ പൊസിഷനിലാണ്, അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ അവരുടെ ഇടയിൽ റിസർച്ച് വഴി സൂയിസൈഡൽ ടെൻഡൻസി, ഡിപ്രഷൻ, ആൻസൈറ്റി കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സോ ഇതിൻ്റെ കാര്യം എന്താണ്? ദേ ഇൻഹെറിറ്റഡ് ഇറ്റ് ജനറ്റിക്കലി. അവരുടെ DNA വഴി, സെൽസ് വഴി അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മളുടെ സെൽസ് ക്യാരി മെമ്മറീസ് ഓഫ് അവർ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയും. നമ്മുടെ സെൽസ് നമ്മുടെ പൂർവികരുടെ ഓർമ്മകളെ ക്യാരി ചെയ്യുന്നുണ്ട്. സോ ആ സെൽസ് വഴി അല്ലെങ്കിൽ DNA വഴി അവരുടെ ആ മെമ്മറീസ്. ഇതിൻ്റെ ഒരു കേസ് സ്റ്റഡി ഞാൻ കുറേ കേസ് ഹിസ്റ്ററി വായിച്ചതിൽ ഒരു സൈക്കോളജിസ്റ്റ് എഴുതിയ ഒരു കേസ് ഹിസ്റ്ററിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരു പെൺകുട്ടി ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പം സൂയിസൈഡൽ ടെൻഡൻസിയാണ്, ആൻസൈറ്റിയാണ്, ഡിപ്രഷനാണ്. ഒരുപാട് മെഡിസിൻസ് കഴിച്ചു, ഒരുപാട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി, ഒരു റിസൾട്ടും കിട്ടാതെ ഫൈനലിയാണ് ഈ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത്. സോ ഈ സൈക്കോളജിസ്റ്റ് ഹിസ്റ്ററി എല്ലാം എടുത്ത് നോക്കിയിട്ട് ഈ കുട്ടിക്ക് ഡിപ്രഷൻ വരാനുള്ള റീസൺസ് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ലാസ്റ്റ് ഒരുപാട് സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത് ഈ കുട്ടിയുടെ ഒരു ഗ്രാൻഡ് മദർ, ദാറ്റ് മീൻസ് ലീനേജിലേക്ക് വരുന്ന 4th or 5th ജനറേഷൻ മുമ്പുള്ള ഗ്രാൻഡ് മദർ ഹിറ്റ്ലറിൻ്റെ ഹോളോകാസ്റ്റ് വിക്ടിമിൽ ഗ്യാസ് ചേമ്പറിൽ ശ്വാസം മുട്ടിയാണ് മരിച്ചത്. ഈ സൈക്കോളജിസ്റ്റ് ചോദിച്ചത്, നിനക്ക് എങ്ങനെ സൂയിസൈഡ് ചെയ്യാനാണ് ആഗ്രഹം? ഈ കുട്ടിയുടെ ബ്രദർ ജോലി ചെയ്യുന്നത് ഒരു സ്റ്റീൽ പ്ലാന്റിലാണ്. അപ്പോൾ അവിടെ ഈ സ്റ്റീൽ ഉരുക്കി വന്നിരിക്കുന്ന മോൾട്ടൺ സ്റ്റീലിൻ്റെ ഒരു വലിയ ഒരു വെസലുണ്ട്. എനിക്ക് അതിലേക്ക് ചാടിയിട്ട് വേപ്പറായിട്ട് ഫോം ചെയ്യാതെ മരിക്കാൻ ആഗ്രഹം. ബിക്കോസ് ഷീ ക്യാരിഡ് ദ മെമ്മറി ഓഫ് ഹെർ ആൻസിസ്റ്റേഴ്സ് ജനറ്റിക്കലി. സോ ഒരു ഫാക്ടർ ഉണ്ട്, ബിക്കോസ് ഫാമിലി. സോ അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഇൻ്റർജനറേഷണൽ ഫാമിലി ട്രോമ ഒരു ഫാമിലിയിൽ നിന്ന് വേറൊരു ഫാമിലിയിലേക്ക്, കുട്ടികളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഫാമിലി കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞ ഒരു തെറാപ്പി ഹോളിസ്റ്റിക് സൈക്കോളജിയിലുണ്ട്. കൺവെൻഷണൽ സൈക്കോളജിയുടെ മെത്തഡിലല്ല. ഫാമിലി കോൺസ്റ്റലേഷൻ പറയുന്നത് ചിൽഡ്രൻ ഇൻഹെറിറ്റ് ദ അൺഹീൽഡ് ഇമോഷൻസ് ഓഫ് ദെയർ പേരൻസ്. ഒരിക്കലും ഹീലാവാത്തുള്ള മാതാപിതാക്കളുടെ വോൺസ് കുട്ടികളിലേക്ക് പകരുന്നു എന്നാണ് പറയുന്നത്. സോ വെൻ ദ പേരൻസ് ഗെറ്റ്സ് ഹീൽഡ്, സോ മാതാപിതാക്കൾ കംപ്ലീറ്റ്ലി ഹീലാവുമ്പോഴേക്ക് ആ ഒരു ട്രോമ, ആ ഒരു ട്രാൻസ്ഫറൻസ് അവിടെ സ്റ്റോപ്പ് ആവുന്നു.